നമസ്കാരം. മഴമിഴിയിലേക്ക് സ്വാഗതം. കയ്യൂര പാവ നാടകമാണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ പാരിടം മാലിന്യ വിമുക്തമാക്കിടാം. രചന ആവിഷ്കാരം സുനിൽ പട്ടിമറ്റം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. ഈ മാലിന്യത്തെ അകറ്റിയിടാം. ഈ മാലിന്യത്തെ അകറ്റിയിടാം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. ഈ മാലിന്യത്തെ അകറ്റിയിടാം. ജീവാജലത്തിനുറവയടയ്ക്കും പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. ഈ പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. ജീവാജലത്തിനുറവയടയ്ക്കും പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. മാലിന്യ വണ്ടി മാലിന്യ വണ്ടി ഭാഗ്യം, ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. ഇത് നമുക്ക് ഈ പുഴയിൽ നിക്ഷേപിക്കാം. അതാണ് നല്ലത്. പുഴയിലാകുമ്പം ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അത് വേണ്ട വേണ്ട, അവസാനം പുഴ മലിനമാകും. ഈ മാലിന്യം മറ്റെവിടെയെങ്കിലും എങ്കിൽ നമുക്ക് ഈ വഴിയിൽ തട്ടാം. ഇവിടെയാകുമ്പം ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല. അത് വേണ്ട വേണ്ട. അതെന്താ? കണ്ടോ, നമുക്ക് മുമ്പേ മാലിന്യം ഇവിടെ ഇട്ടിരിക്കുന്നത് കണ്ടോ? പിന്നെ എവിടെ എറിയണം ഈ മാലിന്യ ചാക്കിനെ? പറയൂ 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 പറയൂ. നാട്ടുകാരെ, നിങ്ങൾ പറ, ഈ മാലിന്യം ഞങ്ങൾ എവിടെ കൊണ്ടുവന്ന് കളയും? പറ ചേട്ടാ, ഈ മാലിന്യം എവിടെ കളയും? എവിടെ കളയും? എവിടെ 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 കളയും? ഈ മാലിന്യം എവിടെ കൊണ്ട് നിക്ഷേപിക്കും ഞങ്ങൾ? ഈ മാലിന്യം എവിടെ കളയും? നിങ്ങൾ പറയൂ. ഈ മാലിന്യം എവിടെ കളയും? ചേച്ചി പറയൂ. പറയൂ, ഈ മാലിന്യം എവിടെ കൊണ്ട് നിക്ഷേപിക്കും? ഈ മാലിന്യം എവിടെയാണ് ഞങ്ങൾ കൊണ്ട് കളയുക? നിങ്ങൾ പറയൂ. മാലിന്യം മണ്ണിലെറിയുന്ന മർത്യാനി മനതാരിലെന്നും കുറിച്ചോളൂ. എറിയുന്ന മാലിന്യം ദുരന്തമായി മാറിടും കാലം വിദൂരമല്ലോർത്തോളൂ. മാലിന്യം മണ്ണിലെറിയുന്ന മർത്യാനി മനതാരിലെന്നും കുറിച്ചോളൂ. എറിയുന്ന മാലിന്യം ദുരന്തമായി മാറിടും കാലം വിദൂരമല്ലോർത്തോളൂ. മാലിന്യ വിമുക്തമാക്കിയിടാം നമുക്കീ പാരിടം സ്വർഗമാക്കിയിടാം. എറിയുന്ന മാലിന്യം ദുരന്തമായി മാറിടും കാലം വിദൂരമല്ലോർത്തോളൂ. എറിയുന്ന മാലിന്യം ദുരന്തമായി മാറിടാം കാലം വിദൂരമല്ലോർത്തോളൂ. കാലം വിദൂരമല്ലോർത്തോളൂ. നിങ്ങൾ മാലിന്യം വലിച്ചെറിയുക നാട്ടാരെ. ഇവിടെ പ്രളയം നിറയട്ടെ.
വളരട്ടെ, രോഗങ്ങൾ പടരട്ടെ. അതാണു ഞങ്ങൾക്കിഷ്ടം. മാലിന്യം വലിച്ചെറിയൂ, മാലിന്യം വലിച്ചെറിയൂ, വലിച്ചെറിയൂ മാലിന്യം. അതാണു ഞങ്ങൾക്കിഷ്ടം. മാലിന്യം വലിച്ചെറിയൂ, വലിച്ചെറിയൂ മാലിന്യം. അതാണു ഞങ്ങൾക്കിഷ്ടം. ഇവിടം മാലിന്യം നിറയട്ടെ, രോഗങ്ങൾ പടരട്ടെ, കുടിവെള്ളത്തിന്റെ സ്രോതസ്സുകൾ അടയട്ടെ. ഇനി വരുന്ന തലമുറ ശുദ്ധജലം കിട്ടാതെ വലയട്ടെ. മരിച്ചു വീഴട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊള്ളുന്ന തണൽ, നമ്മൾ ഭക്ഷിക്കുന്ന ഫലങ്ങൾ, ഇതെല്ലാം നമ്മുടെ പൂർവികർ നട്ടുവളർത്തിയതാണ്. വരും തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ നമുക്കെന്തുണ്ട്? നമ്മൾ ഈ മാലിന്യം എവിടെ കളയും? കാട്ടിൽ കളയാം. അത് പറ്റില്ല. പുഴയിൽ തട്ടാം. കുഴിച്ചു മൂടാം. വലിച്ചെറിയാം, വലിച്ചെറിയാം. കത്തിക്കാം, നമുക്കിത് കത്തിക്കാം. വലിച്ചെറിയാം, നമുക്കിത് വലിച്ചെറിയാം. കത്തിക്കാം, ഇത് നമുക്കിത് ഈ കത്തിക്കാം. മാലിന്യം നമുക്ക് വലിച്ചെറിയാം. ഈ മാലിന്യം നമുക്ക് കത്തിച്ചു കളയാം. നമുക്കിത് കത്തിക്കാം. ഇന്ന് നമുക്കിത് കത്തിക്കാം. ഈ നമുക്ക് ഈ മാലിന്യം മാലിന്യം കത്തിക്കാം. കത്തിക്കാം, കത്തിക്കാം. അതാണ്, വരൂ. പൊതു ശൗചാലയമില്ലാത്തത്, മരങ്ങൾ വെട്ടിമുറിക്കുന്നത്, വീടുകൾ വൃത്തിയായി സൂക്ഷിക്കാത്തത്, ഇവിടെ മാലിന്യങ്ങളായ ഞങ്ങൾ സുരക്ഷിതർ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു, ഇത് കത്തിക്കാം, ഈ മാലിന്യങ്ങൾ കത്തിക്കാം. അത് വളരെ വളരെ ശരിയാണ്. ഇവിടെയാവുമ്പോൾ ആരും അറിയാൻ പോണില്ല. നമുക്ക് ഈ മാലിന്യങ്ങൾ കത്തിക്കാം. അരുത് മക്കളെ, അരുത്. ഈ മാലിന്യം കത്തിക്കരുത്. അരുത്, അരുത്. പിന്നെ ഇതെന്ത് ചെയ്യണം? പിന്നെ ഇത് എന്തു ചെയ്യണം? ഈ മാലിന്യം എന്താ ഇതിനൊരു പരിഹാരം? എന്താ ഈ മാലിന്യ സംസ്കരണത്തിനൊരു പരിഹാരം? നിങ്ങൾ പറയൂ. ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണ്ടേ? എന്താ നിങ്ങൾ പറയൂ. എന്താണ് ഇതിനൊരു പരിഹാരം? നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. അരുത് സ്നേഹിത, അരുത്. നിങ്ങൾ ഈ മാലിന്യ ചാക്കൊന്ന് തുറക്കൂ. കണ്ടോ, നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കത്തിച്ചാലുണ്ടാകുന്ന പുകയുണ്ടല്ലോ, അത് ക്യാൻസറിന് കാരണമാകും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ വേസ്റ്റും നശിക്കാതെ കിടക്കുന്നത് ഭൂമിയുടെ തന്നെ നാശത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരമായി പേപ്പർ ബാഗുകളും തുണിസഞ്ചികളും ഉപയോഗിക്കുക. പിന്നെ ഇതെന്ത് ചെയ്യണം? പിന്നെ ഇത് എന്തു ചെയ്യണം? ഈ മാലിന്യം എന്താ ഇതിനൊരു പരിഹാരം? റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയുന്ന മാലിന്യങ്ങളായ കട്ടിയുള്ള പ്ലാസ്റ്റിക്, തകരം, കുപ്പികൾ, പേപ്പറുകൾ തുടങ്ങിയവയെ പുനഃചംക്രമണത്തിലൂടെ പുതിയ ഉൽപ്പന്നങ്ങളാക്കാൻ കൊടുക്കുകയും അഴുകുന്ന മാലിന്യത്തെ ജൈവവളമാക്കി മാറ്റാവുന്നതുമാണ്. ഇതിനൊക്കെ വലിയ വിലക്കേടാ. വലിച്ചെറിയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. വലിച്ചെറിയുന്ന മാലിന്യം നീരൊഴുക്ക് തടസ്സപ്പെടുത്തി
വെള്ളപ്പൊക്കവും പകർച്ചവ്യാധിയും പടർന്നോളും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകാൻ അനുവദിക്കരുത്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ശൗചാലയങ്ങളിൽ മാത്രം പ്രാഥമിക കൃത്യം നിർവഹിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിനായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ നാടിനെ ശുചിത്വ സുന്ദരമാക്കാം. അത് ശരിയാ, നമ്മൾ ഇത് കത്തിക്കാൻ കൊണ്ടുവന്നല്ലേ. ഈ മാഷ് വന്നപ്പോൾ, ഈ മാലിന്യം ഉപയോഗപൂർണമാക്കിയപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ശരിയാ, ഇനി നമ്മൾ മാലിന്യം വലിച്ചെറിയില്ല. മാലിന്യം അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കും. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. ഈ മാലിന്യത്തെ അകറ്റിയിടാം. ഈ മാലിന്യത്തെ അകറ്റിയിടാം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. ഈ മാലിന്യത്തെ അകറ്റിയിടാം. ജീവജലത്തിനുറവയടയ്ക്കും പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. ഈ പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. ജീവജലത്തിനുറവയടയ്ക്കും പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. നമുക്കിവിടുന്ന് തുടങ്ങാം. ശുചിത്വ ഭാരതയജ്ഞത്തിൽ നമുക്കും പങ്കാളിയാകാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളും ഞങ്ങളോടൊപ്പം ഇല്ലേ? മാലിന്യ വിമുക്തമാക്കാം. നമുക്ക് ഈ പാരിടം സ്വർഗമാക്കാം. മറ്റെന്നു ജീവിത ദുരിതം വിതയ്ക്കും മാലിന്യത്തെ അകറ്റിയിടാം. ജീവജലത്തിനുറവയടയ്ക്കും പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. ഈ പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. ജീവജലത്തിനുറവയടയ്ക്കും പ്ലാസ്റ്റിക്കിനെ അകറ്റിയിടാം. മാറണം നമ്മൾ മനോഭാവം മാറ്റണം. മാലിന്യരഹിതമായ നാടിനു വേണ്ടി, നാളേക്കുള്ളൊരു ഈ നാടിനു വേണ്ടി, ശുചിത്വ സുന്ദര നാടിനു വേണ്ടി, ശുചിത്വ സുന്ദര നാടിനു വേണ്ടി, ശുചിത്വ സുന്ദര നാടിനു വേണ്ടി, ശുചിത്വ സുന്ദര നാടിനു വേണ്ടി.